ഹലോ ഹായ് ഗായ്സ്, ഞങ്ങളിതാ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ആലോചിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് ഞാനും എൻ്റെ സിസ്നയും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ലഗേജൊക്കെ എടുത്ത് അറിയാൻ വയ്യ ഇനി വെയിറ്റ് കൂടിയോ ഇല്ലയോ എന്നൊക്കെ. ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്തായാലും വരട്ടെ എന്ന് വെച്ച് ഞങ്ങൾ എന്തും വരട്ടെ എന്ന് വെച്ച് എല്ലാം പറക്കിയിട്ട് വീണ്ടും പോവാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ച് ദൂരവും കൂടി ഉള്ളൂ. നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നത് ആകെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തും വരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ഓക്കെ, സകലമാന ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ബോർഡിംഗ് പാസിലോട്ട് പോവുകയാണ്. എന്തായാലും എല്ലാം ഓക്കെ ആയി കേട്ടോ. അവിടെ പിന്നെ നമുക്കിങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. പാതി ദൈവം എന്നൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി ഞങ്ങളിപ്പം ഓക്കെ 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 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലിരുന്ന സ്നാക്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് സെറ്റായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടൈമുമായി. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും അഭിരാമിയുടെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു കേട്ടോ. ഇൻ്റർനാഷണൽ എന്നല്ല, ഫസ്റ്റ് ട്രിപ്പ്. അങ്ങനെ എന്തായാലും ഞങ്ങളിതാ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റായി കയറിയിരിപ്പുണ്ട്. അപ്പോൾ അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയ്യിലിരുന്നേക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിലായി. അപ്പോൾ സിസ്നക്കുട്ടി ഉറങ്ങി, അഭിരാമി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ കള്ളുറക്കം ഉറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് നിരീക്ഷിച്ചപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായി കേട്ടോ. സിസ്നയ്ക്ക് പിന്നെ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവളിങ്ങനെ സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. അവൾക്ക് എന്നും ട്രിപ്പ് പോലാണ് അവളുടെ ഡ്യൂട്ടി. അങ്ങനെ എന്തായാലും ഞാൻ ഞങ്ങളോട് പറഞ്ഞു, നീ കൂളായിട്ടിരിക്കും, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ടേന്ന്. അപ്പം നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ടിൽ. അപ്പോൾ അവിടെ ഏറ്റവും അവൾ പറയുന്നത് കാണാൻ ഏറ്റവും ബ്യൂട്ടി ഉള്ളൊരു വേൾഡിലെ നമ്പർ 1 എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. അപ്പം നമുക്ക് അതിലേക്ക് തന്നെ ആദ്യമേ പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ ചാടിത്തുള്ളി എഴുന്നേറ്റപ്പോൾ ഒരുപാട് പേരിങ്ങനെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവരെയൊക്കെ തെള്ളി മാറ്റി ഞങ്ങളിതാ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അതും എത്ര മണിക്ക്? അപ്പോൾ വെളുപ്പിന് നമ്മൾ 6 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ കുറച്ചൊക്കെ ഉറങ്ങിയായിരുന്നല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങുന്നത്. ഫ്ലൈറ്റിലിരുന്നല്ല, ഇരുന്നുറങ്ങുന്നത്. അങ്ങനെ നല്ല സുഖമായിട്ടൊക്കെ കുറച്ചൊക്കെ ഉറങ്ങി ഞങ്ങളിതാ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. അപ്പോൾ എവിടെ തുടങ്ങണമെന്നാണ്. അപ്പോൾ നമ്മുടെ രേഷ്മക്കുട്ടിയും കൂടെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ 4 പേരും കൂടെ ഗ്യാങ് ആയിട്ടാണ് യാത്ര. ഇവിടുത്തെ വാട്ടർ ഡ്രിങ്കിങ് വാട്ടറാണ്. നമ്മൾ ഇത് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്ന കാണിച്ചു തരും. നീ കാണിര് ഇത് ഇങ്ങനെ വാ ഇങ്ങനെ വച്ചിട്ടുണ്ട്. നമ്മുടെ ലേഡീസ് ടോയ്ലറ്റ് ആണ് കേട്ടോ ഗായ്സ്. വാവ്, സൂപ്പർ നൈസ്. ഇപ്പൊ ടൈം എത്രയായി? ഇതൊക്കെ കുടിക്കാൻ അവൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്നുള്ള പരാതിയൊക്കെ ഞങ്ങൾ അവിടെ അങ്ങ് തീർത്തു കേട്ടോ. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എയർപോർട്ടിൽ പിന്നെ വെള്ളമൊക്കെ നമുക്ക് വാങ്ങിച്ച് കുടിക്കാൻ നല്ലേ ഉള്ളൂ. പോരാത്തതിന് അവിടെ ഇവിടെയും കണ്ണെടുത്ത് എല്ലായിടത്തും പ്ലഗ് പോയിൻറ്റ്സും റെസ്റ്റിംഗ് റൂംസും റെസ്റ്റിംഗ് ചെയേഴ്സും ഒക്കെ എല്ലാം ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ഈ എസ്കലേറ്ററിൽ കയറി പോവാണ്. നടക്കാൻ വയ്യാത്തതിൻ്റെ മടിയൊന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തേരാപ്പാര നടക്കുവാണ്. എവിടെയാണ് എൻട്രി എന്നോ എവിടെയാണോ ഇതിൻ്റെ എൻഡെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങുവാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റം എന്ന് പറയുന്ന സാധനം ഞാൻ കാണുന്നില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. നല്ല എവിടെ വേണമെങ്കിലും നമുക്ക് കിടന്ന് ഉറങ്ങാം. കണ്ടോ, ആളുകളൊക്കെ ഇവിടെ കിടക്കുന്നത് കണ്ടോ. നല്ല നീറ്റാണ് ഒന്നാമത്തെ കാര്യം. പോരാത്തതിന് ഇതേ കണക്കൊരു എയർപോർട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സിസ്ന ഇത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. അവൾക്ക് ഒരുവിധം സ്ഥലങ്ങളൊക്കെ അറിയാമെങ്കിലും ഇവിടെ പെട്ടെന്ന് വന്ന് കണ്ടു പോകാമെന്ന് വിചാരിക്കേ വേണ്ട. ഒരു 1 വീക്കെങ്കിലും ഈ എയർപോർട്ടിനകത്ത് ചുറ്റിക്കറങ്ങിയാൽ മാത്രമേ നമുക്ക് അറ്റവും മൂലയും പഠിക്കാൻ പറ്റൂ. അതൊന്നാമത്തെ കാര്യം. എവിടേക്കാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകണമെന്നോ ഒന്നും ഒരു പിടിയും കിട്ടില്ല. പിന്നെ ഇഷ്ടം പോലെ സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ അകത്ത്. നമ്മളൊരു പാർക്കിൽ ചെന്ന മാതിരിയാണ് ഇവിടെ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.
അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.